ചില വിഷയത്തെ മുൻനിർത്തിയിട്ട് വലിയ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും സൃഷ്ടിക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വടകരയിൽ ഇലക്ഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് സ്വന്തം സംഘടനയിലെ ആളെ പറ്റിക്കാൻ വേണ്ടി, അധികാരം കയ്യിലൊതുക്കാൻ വേണ്ടി വ്യാജ കാർഡുണ്ടാക്കിയിട്ടുള്ള ഒരു വ്യാജ പ്രസിഡന്റാണ്. കൊലപാതക രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. വടകരയിലെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കുന്ന ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള ഇടുക്കി ജില്ലയിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കടന്നു കയറിയിട്ട് മിടുക്കനായ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ കുത്തിക്കൊന്നുകളഞ്ഞത്. അയാളെ കൂട്ടി നടക്കുക എന്ന് മാത്രമല്ല, അയാൾക്ക് വേണ്ട എല്ലാ നിയമസഹായം ചെയ്തു കൊടുത്തു. ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ മാലയിട്ട് സ്വീകരിച്ചു. കോൺഗ്രസിൽ ചില പദവികൾ കൊടുത്ത് വീണ്ടും അയാളെ നേതൃപദവിയിലേക്ക് കൊണ്ടുവന്നു. ഒരു ദിവസം പോലും ആ കൊലപാതകിയെ തള്ളിപ്പറയാനോ യൂത്ത് കോൺഗ്രസ് പുറത്താക്കാനോ തയ്യാറാവാത്ത യൂത്ത് കോൺഗ്രസ് ഇവിടെ വന്നിട്ട് പലതിനെക്കുറിച്ചും പറഞ്ഞ് വോട്ടുപിടിക്കുകയാണ്. അതുകൊണ്ട് ഇവർക്കെല്ലാം ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇവർ ധീരജിൻ്റെ അച്ഛനെ പോയി കാണണം. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. ഇവിടെ മലപ്പുറത്ത് തുവൂരിലാണല്ലോ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി അയൽവാസിയായ സുഹൃത്തായ ഒരു യുവതിയെ കൊന്ന് കുഴിച്ചു മൂടിയിട്ട് ആ തുവൂരിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ നിരപരാധികളുടെ ചോരയിൽ ചവിട്ടിയിട്ടാണ്, അവിടെ നിന്നുകൊണ്ടാണ് ഈ സമാധാന പ്രസംഗം ഇവർ നടത്തുന്നത്. അതുകൊണ്ട് കാലം ഒന്നും മറന്നുപോയിട്ടില്ല. അതുകൊണ്ട് വ്യാജന്മാരുടെ ആരോപണങ്ങൾ ഈ നാട് തള്ളിക്കളയേണ്ടതുണ്ട്.